ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ടെക് ടു കുക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ലാൻഡ് ക്രൂസർ 100 സീരീസിൽ ഫ്രണ്ട് ഫ്രീ വീൽ ഹബ്ബ് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും അതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ളതും നമുക്കൊന്ന് പരിചയപ്പെടാം. സാധാരണയായി എല്ലാ ലാൻഡ് ക്രൂസറുകളും 4 വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ വണ്ടി സാധാരണ ഡ്രൈവ് ചെയ്യുമ്പോൾ അതിനോടുകൂടെ തന്നെ ഫ്രണ്ട് വീലും അതിൻ്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റും അതിൻ്റെ ആക്സിലും എല്ലാം തിരിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനം ഒരു ഫ്രീ ആയിട്ട് തോന്നില്ല, എപ്പോഴും ഒരു ഹെവി ഫീൽനെസ് ഉണ്ടായിരിക്കും. നമുക്ക് 4 വീൽ ഡ്രൈവ് ഫുൾ ടൈം ആയിട്ട് വേണ്ടത് നമ്മൾ ഓഫ് റോഡ് പോകുമ്പോഴാണ്. ഈ ഒരു ഫ്രീ വീൽ ഹബ്ബ് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ ഞാൻ ഈ ഫ്രീ വീൽ ഹബ്ബ് വാങ്ങിച്ചിരിക്കുന്നത് ടൊയോട്ടയുടെ ഒറിജിനൽ സ്പെയർ പാർട്സിൽ നിന്ന് തന്നെയാണ്. ഇതിൻ്റെ ചേസിസ് നമ്പർ, വണ്ടിയുടെ ചേസിസ് നമ്പർ കൊടുത്തിട്ടാണ് ഫ്രീ വീൽ ഹബ്ബ് വാങ്ങിച്ചിരിക്കുന്നത്. എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റിനെ അപേക്ഷിച്ച് ഒറിജിനൽ വാങ്ങുമ്പോൾ കുറച്ച് കാശ് കൂടുതലായാലും നമുക്കതിൻ്റെ ക്വാളിറ്റി ലഭിക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 1400 അടുത്താണ് എനിക്ക് 2 ഫ്രീ വീൽ ഹബ്ബ് ലഭിച്ചത്. ഇപ്പം നമ്മളിത് ഏകദേശം പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രീ വീൽ ഹബ്ബ് ഫ്രീയിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ തിരിക്കുമ്പോൾ ആക്സിൽ തിരിയില്ല, വീലുമ്മൽ മാത്രമേ തിരിയുള്ളൂ. ഇനി ഇത് ലോക്കാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത് ലോക്കിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ആക്സിലും അതിനോടൊപ്പം തിരിയുന്നതായിരിക്കും. ഫ്രീ വീൽ ഹബ്ബും വീലും പിടിപ്പിച്ചതിന് ശേഷം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ തോന്നി. മെയിനായിട്ട് തോന്നിയത് മുൻപുണ്ടായതിനേക്കാളും കൂടുതൽ വാഹനം ഫ്രീ ആയിട്ട് തോന്നി. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ കമൻറ്റിലൂടെ അറിയാം.